നേരെ പോകുന്നത് കൊല്ലത്തേക്കാണ്, പരവൂരിലേക്കാണ്. പരവൂരിൽ എന്താണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നടക്കുന്നത് എന്ന് അറിയാനുണ്ട്. രാജ്കുമാർ ചേരുന്നു കൊല്ലത്ത് നിന്നും. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. കൊല്ലത്തെ പരവൂരിലുള്ള ഈ തെരഞ്ഞെടുപ്പ് ചിത്രം നോക്കുമ്പോഴേ KPCC ജംബോ പട്ടിക പോലെയാണ് തോന്നുന്നത്. UDF നിരവധിയായിട്ടുള്ള, കോൺഗ്രസിന് 5 റിബൽ സ്ഥാനാർത്ഥികൾ, ലീഗിന് 3 റിബൽ സ്ഥാനാർത്ഥികൾ. ഒരു വാർഡിലേക്കാണ് ഇവരൊക്കെ മത്സരിക്കുന്നത്, അല്ലേ? അതായത് പരവൂർ മുനിസിപ്പാലിറ്റിയിലെ വിവിധ വാർഡുകളിലേക്കാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ ബാക്കി ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അതായത് ലീഗിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഇതുപോലെ നമ്മുടെ ഗുഡ് മോർണിംഗ് കേരളയിൽ തന്നെ ഈ ലീഗിൻ്റെ റിബൽ സ്ഥാനാർത്ഥികൾ മുഴുവനും രംഗത്ത് വന്ന് അതിരൂക്ഷ ഭാഷയിലാണ് കോൺഗ്രസിനെ വിമർശിച്ചത്. അവർ കോൺഗ്രസും മുസ്ലിം ലീഗും പരവൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് UDF എന്ന് പറഞ്ഞൊരു സംവിധാനമേ നിലവിലില്ല. അവിടെ എപ്പോഴും രണ്ട് തട്ടിലാണ്. ഇക്കുറിയുള്ളൊരു പ്രത്യേകത, ഈ കോൺഗ്രസിൽ തന്നെ മുൻ മുനിസിപ്പൽ ചെയർമാൻ സുധീർ ചെല്ലപ്പൻ ഉൾപ്പെടെയുള്ള 5 പേർ റിബലുകൾ. കഴിഞ്ഞ ദിവസം കൊല്ലം DCC പ്രസിഡന്റ് ഈ 5 കോൺഗ്രസിൻ്റെ റിബലുകളെയും ഈ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. അതും വലിയൊരു കോമഡിയാണ്. ഇതിനു മുമ്പും ഇതേ ചരിത്രമുണ്ട്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഏത് നേതാവ്, നമ്മുടെ രാഹുൽ മാങ്കൂട്ടം പോലെയാണ്, പുറത്താക്കി ഒരു 2-3 മാസം കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവരെയൊക്കെ തിരിച്ചെടുക്കാനാണ് കോൺഗ്രസിൻ്റെ ഒരു പതിവ് ശൈലി. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് റിബലോ അല്ലെങ്കിൽ പുറത്താക്കൽ എന്നൊക്കെ പറയുന്നത് അവർക്കൊരു ഈസിയായ കാര്യവും പരിശീലനം കിട്ടിയ നല്ല ഒന്നാന്തരം അഭിനയമാണ് ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ നടത്തുന്നത്. സമൂഹത്തെ യാതൊരു പേടിയില്ലാത്തവരാണ്. എന്ത് തെറ്റ് ചെയ്താലും ഇതുപോലെ അങ്ങ് പുറത്താക്കും, എന്നിട്ട് 2-3 മാസം കഴിയുമ്പോൾ തിരിച്ചെടുക്കും. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് വലിയ പ്രാധാന്യമില്ല. ജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇവരോടൊക്കെ ആ രാഷ്ട്രീയത്തിലെ ആ ഒരു സത്യസന്ധത കാണിക്കാത്തതിനകത്ത് വലിയൊരു വെറുപ്പും കോൺഗ്രസിനെതിരെ ജനങ്ങൾക്കുണ്ട്. ഇപ്പം നമ്മുടെ ഈ പരവൂർ മുനിസിപ്പാലിറ്റിയിൽ ഇവിടെ കുറുമണ്ഡൽ വാർഡിൽ മത്സരിക്കുന്നത് CPIMൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള K. സേതുമാധവൻ. അത് മാത്രമല്ല, അദ്ദേഹം മുമ്പ് DYFIയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. സംസ്ഥാന തലത്തിലൊക്കെ പ്രവർത്തിച്ച നേതാവ് കൂടിയാണ്. ഇപ്പോൾ ഇത് 15 വർഷം മുമ്പ് അദ്ദേഹം ഇവിടെ കൗൺസിലറായിരുന്നു. പിന്നീട് ഈ വാർഡ് ഒരിക്കലും LDF കിട്ടിയിട്ടില്ല. അപ്പോൾ ആ LDFൻ്റെ വാർഡ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് LDF ഇപ്പോൾ K. സേതുമാധവനെ രംഗത്തിറക്കിയിരിക്കുന്നത്. കുറുമണ്ഡൽ എടുക്കുമോ? തീർച്ചയായിട്ടും. കുറുമണ്ഡൽ വാർഡ് മുനിസിപ്പാലിറ്റി രൂപീകരിച്ചതിന് ശേഷം സ്ഥിരമായി UDFും ഇപ്പോൾ 2 ടൈമായിട്ട് BJPയും വലിയ ഭൂരിപക്ഷം വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. ഒരു പ്രാവശ്യം LDF ജയിച്ചിട്ടുണ്ട്. ഇക്കുറി തീർച്ചയായിട്ടും ഈ മണ്ഡലം തിരിച്ചു പിടിക്കും. ജനങ്ങൾ എന്ത് പറയുന്നു ഇറങ്ങുമ്പോൾ അവരുടെ ഒരു പൊതുവികാരം? പൊതുവേ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡാണുള്ളത്. പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം മിക്കവാറും എല്ലാ വീടുകളിലും എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആനുകൂല്യം പൊതുവേ ഉണ്ട്. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഭരണവും ഒരു വികസനത്തെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടോട് പ്രവർത്തിക്കുന്ന LDF ആണ് എന്നുള്ളതുകൊണ്ട് LDF ഭരണം തന്നെയാണ് ജനങ്ങൾ പൊതുവെ ആഗ്രഹിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ തുല്യമായി അവസാനം ടോസിലെങ്ങാണ്ടാന്ന് തോന്നുന്നില്ലേ UDF കിട്ടിയത്? കഴിഞ്ഞ പ്രാവശ്യം 32 വാർഡ് ആകെ ഉള്ളതിൽ 14 LDFും 14 UDF ആയിരുന്നു. 4 BJP ആണ് ജയിച്ചത്. അന്ന് ഞെറുക്കെടുപ്പിൽ ചെയർമാൻ അവർക്ക് കിട്ടി, വൈസ് ചെയർമാനാണ് LDF കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. പൊതുവേ ഗവൺമെൻറ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ആ വേഗതയിൽ നടക്കാൻ കഴിയാതെ പോയൊരു മുനിസിപ്പാലിറ്റിയാണ് പരവൂര്. സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട സ്കീമുകളാണ് ഇവിടെ ആകെ നടപ്പിലാക്കിയിട്ടുള്ളത്. സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ ഉൾപ്പെടെയുള്ള വലിയ വർക്കുകൾ അതാണ് നടന്നിട്ടുള്ളത്. മുനിസിപ്പാലിറ്റിയുടെ തനതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പൊതുവേ കുറവായിരുന്നു. ബെനിഷ, ഈ കുറുമണ്ഡൽ മാത്രമല്ല, ഈ പരവൂരിലെ വിവിധ ഈ ഡിവിഷനുകളിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷം ശക്തമായിട്ടുള്ള ഒരു തേരോട്ടം തന്നെ നടത്തുകയാണ്. ഏത് വിധേനയും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാതെ, 14 എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാതെ വളരെ കൃത്യമായ ഭൂരിപക്ഷം ഉണ്ടാക്കി പരവൂർ മുനിസിപ്പാലിറ്റിയിൽ കിട്ടേണ്ടുന്ന മുഴുവനും വികസനങ്ങൾ ഇനിയും എത്തിച്ച് ഈ ജനങ്ങൾക്ക് ഈ ഭരണം കിട്ടുമോ എന്നുള്ളതല്ല, അതിൽ മുഴുവനും ജനങ്ങൾക്ക് നല്ല കാര്യം ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളാകെ ഇവിടെ മത്സരിക്കുന്നത്. ബെനീഷ.